ഒരുവിധം ആളുകളൊക്കെ RRR കേട്ടിട്ടുണ്ടാവും. എന്നാൽ AARR കേട്ടിട്ടുണ്ടാവില്ല. അഥവാ ഗ്രോത്ത് മാർക്കറ്റിംഗില് ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു ഡാറ്റ ഡ്രിവൻ മോഡലാണ് AARR എന്ന് പറയുന്നത്. അഥവാ ഒരു യൂസറെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ ലോയൽ കസ്റ്റമർ ആക്കുന്നത് വരെ ഒരു ഗ്രോത്ത് മാർക്കറ്റർ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണ് ഈ കാര്യങ്ങളെല്ലാം. അഥവാ ഗ്രോത്ത് മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫണലാണ് അക്വിസിഷൻ, ആക്ടിവേഷൻ, റിട്ടൻഷൻ, റവന്യൂ, റഫറൻസ്. അതിൽ അക്വിസിഷൻ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക, അഥവാ SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതാണ് അക്വിസിഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം ആക്ടിവേഷൻ ആണ്. നമ്മളെ കസ്റ്റമേഴ്സിന് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ റിട്ടൻഷൻ, നമുക്ക് വന്ന കസ്റ്റമേഴ്സിനെ പ്രോഫിറ്റബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അഥവാ റിട്ടേൺ ആയിട്ട് വരുന്ന യൂസേഴ്സിന് എക്സ്ക്ലൂസീവ് ഓഫർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഇത് ഈ റിട്ടൻഷൻ റേറ്റ് കൂട്ടാനൊക്കെ സഹായിക്കും. പിന്നെ റവന്യൂ, എങ്ങനെ ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് നല്ലൊരു റവന്യൂ നമ്മൾക്ക് ജനറേറ്റ് ചെയ്യാം, ഒരു ക്ലിയർ ആയിട്ടുള്ള റവന്യൂ സ്ട്രാറ്റജി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ആമസോൺ പ്രൈമില് ഉണ്ടാകുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാന്, മെക്ഡൊണാൾഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്സെല്ല്, ക്രോസ് സെല്ല്, പിന്നെ അതേപോലെ തന്നെ യൂബർ, ഇവരൊക്കെ ചെയ്യുന്ന കമ്മീഷൻ ബേസ്ഡ് സ്ട്രാറ്റജി, ഇതൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ റെഫറൻസ്, അഥവാ നമുക്ക് വന്ന കസ്റ്റമേഴ്സ് വേറെയും ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്യിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ടോ, അഥവാ അവർ ത്രൂ റെഫറൻസ് നമുക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാം. ചില ബിസിനസ്സുകളൊക്കെ റെഫറൻസ് കൂട്ടാൻ വേണ്ടി ആ ബിസിനസ്സിലോട്ട് റെഫർ ചെയ്ത കസ്റ്റമേഴ്സിനെ അവരുടെ പ്രൊഡക്റ്റിലും സർവീസിലൊക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് റെഫറൻസ് കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം.